ഇന്ന് കാലത്ത് കുറച്ച് നേരം കൂടി ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കിടക്കുമ്പോഴാണ് സിയമോൾ നേരത്തെ എണീക്കുന്നത്. അല്ലെങ്കിൽ സിയമോൾ നേരം വൈകിട്ട് എണീക്കുള്ളൂ. ഇന്നിപ്പോൾ ആരിന് സ്കൂളില്ലാത്ത ദിവസം കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കൂടി കിടക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഒരു പൊടിക്ക് സിയമോൾ സമ്മതിച്ചില്ല, കിടക്കാനേ സമ്മതിച്ചില്ല അവിടെ. അങ്ങനെ ഞാൻ അവളെ എടുത്ത് കൊടുത്തിട്ട് സോഫയിൽ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോകാൻ നോക്കിയിട്ട് അതിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ നേരം എൻ്റെ ഒപ്പം തന്നെ ഇരുത്തിട്ടോ. ഞാനും സിയമോളും കുറേ നേരം സോഫയിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ എണീറ്റ് പോരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും ഇഷ്ടമാണ് അങ്ങനെ കുട്ടീനെ മടിയിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ. ആര്യനെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാനേ കിട്ടുന്നില്ല. അവനും വലുതായി, അവൻ സ്കൂളിൽ പോകേണ്ട തിരക്കൊക്കെ ആയി. അപ്പോൾ രാവിലെ ഒന്നും അങ്ങനെ ഇരിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ സിയമോളുടെ ആ ഒരു പ്രായമാണല്ലോ. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവളതിന് കിട്ടില്ല. അവളും വലുതായിക്കൊണ്ടിരിക്കില്ലേ. എത്ര പെട്ടെന്നാണ് കുട്ടികളൊക്കെ വലുതാവുന്നത്. ചില സമയത്ത് തോന്നും ഇവരൊന്നും എപ്പോഴാണ് വലുതാവുക, വേഗം ഒന്നും വലുതായി കിട്ടിയിരുന്നു വെച്ചെങ്കിലൊന്ന്. പക്ഷേ ചിലപ്പോൾ തോന്നും അയ്യോ വലുതായിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ അടുത്ത് കിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും. സിയമോൾ എവിടെ നിന്ന് ഒരു മാസ്കിങ് ടാപ്പുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അവൾക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവൾക്ക് അത് ഒട്ടിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതാകെ ചുറ്റി കൂട്ടിയിട്ട് തന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഒരെണ്ണം കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ നല്ല പശയുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ആ പശ അധികമായാൽ കൈ മുറിയുക എന്തെങ്കിലും ചെയ്താലോ വെച്ചിട്ട് ഞാൻ എൻ്റെ കൈമേലൊക്കെ ഒട്ടിച്ചിട്ട് കുറച്ച് പശയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കൊടുക്കുന്നത്. കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്ത് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇട്ടിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ രാവിലെ തന്നെ ഒരു ആൾ വണ്ടിയിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൈയോടെ തന്നെയൊക്കെ മാറ്റി വയ്ക്കുകയാണ്. ഇല്ല വെച്ചെങ്കിൽ ആ കവർ അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാൻ വാങ്ങിക്കൊടുന്ന ഉടനെ തന്നെ എല്ലാം കൊടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഞാൻ കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്.